ഹായ് ഗായ്സ്. ഞാനിങ്ങനെ നാസി എന്ന് പറയില്ലേ, ഇന്ന് ഫാറൂഖ് ദുബായ് പോലെ ഗൈസ്. ഇത് 2-3 ദിവസത്തെ മുമ്പിലുള്ള വ്ളോഗ് കേട്ടോ. എനിക്ക് വേറെ വ്ളോഗ് ഉണ്ടായത് കൊണ്ട് ഇത് അപ്ലോഡ് ആക്കാൻ കുറച്ച് ഡിലേ ആയി. ഇന്ന് ഫാറൂഖ് ദുബായ് പോലെ കുവൈറ്റിലേക്ക് പോകാനായി. അങ്ങനെ എന്താ പറയുക, ആദ്യമൊക്കെ നമ്മൾ കുഞ്ഞുമാൻ്റെ വീട്ടിൽ പോകുന്നില്ലത് കേട്ടോ. നല്ല മഴ വരാൻ നിൽക്കുന്നില്ലത്. നമ്മൾ പരക്കുന്ന ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാട്ടൽ മഴയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ പോകുന്നില്ലത്. ഈർന്ന് റോട്ടുമ്പോൾ നടക്കുന്നത് പറയുന്നതാണ് ഭയങ്കര ടാസ്ക് ഉള്ളത്. എന്നറിയില്ല, ഇഷ്ടമല്ല കേട്ടോ ഇല്ലേ നടക്കുന്നത്. എനിക്കിപ്പോൾ പിന്നെ ഇഷ്ടമില്ല, നടന്നിട്ടെന്തോ ഇഷ്ടപ്പെടുന്നില്ല. എന്താ പറയുക, കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ നല്ല മഴ വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഉമ്മനോട് കല്ലുമില്ല, ഈ സ്ഥലം ഉമ്മാനെ വരുതേട്ടാ, മുമ്പ് ഈടെ ഉണ്ടായത് പേരെ. പിന്നെ പറഞ്ഞ് ഈടെ തന്നെ ഉണ്ടായ പോരായിരുന്നു. അന്ന് നമുക്ക് ഇത് ആടുന്ന് 2 സെക്കൻഡ് മതി കേട്ടോ റോഡ് മെത്താൻ. അവിടെ ഉണ്ടായെങ്കിൽ എന്ത് രസം ഉണ്ടാട്ടിന്നു. പുറത്തേക്ക് ഓട്ടോറിക്ഷ കയറാം. അങ്ങനെ ഇത് വരെ നടക്കണം. അത് പ്രാന്തായിട്ടാ. അപ്പോഴത്തേക്ക് ഈടെ ഉണ്ടല്ലോ ഓട്ടോറിക്ഷ കയറുമ്പോൾ എനിക്കും അയച്ചക്ക് ഫുള്ള് ഫൈറ്റ് ഇച്ചൊന്ന് പറഞ്ഞിട്ട് പാവായത് കൊണ്ട് അതിനോട് ഞാൻ പറഞ്ഞ ഓട്ടോറിക്ഷ കയറി, ഞാൻ അമ്മി കയറിപ്പിക്കാന്ന് പറഞ്ഞു. നീ തൊട്ടണ്ട, ഞാൻ കയറിക്കൊണ്ട്. ഞാൻ പറഞ്ഞു അയച്ച തല്ലും. അയച്ചനോട് ഫുള്ള് കൊല്ലുമാലി. എൻ്റെ അല്ല എന്തല്ലോ വയ്യത്തെന്നറിയാം. നീ തൊട്ട് പോയി അങ്ങനെ ഇങ്ങനെ എന്തല്ലോ എൻ്റെ ഭാഷയിൽ വയ്യത്ത്. കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചങ്കുമില്ല പടക്കുന്നുണ്ടായിട്ടാ. പേടിയായി മോനെ, അത്ര സ്ട്രോങ്ങിൽ അവർ അവരെ നോക്കിയിട്ട് മയങ്ങുന്നെല്ലാം ഉണ്ടായിട്ടാ. പിന്നെ നമ്മൾ ഇവിടുന്ന് എന്താ പറയുക, അടുത്തുമ്പോഴത്തേക്ക് ചെറിയൊരു മഴ വന്നിട്ടാ. എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പെയ്തിട്ടുണ്ടായിന്. പിന്നെ അത് ആടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അത് ഈ കുഞ്ഞിനെ ഞാൻ ഫസ്റ്റ് ഇതിനു മുമ്പ് കണ്ടിന്. അതായത് നാഫിൻ്റെ കസിൻ്റെ കുഞ്ഞിട്ടാ. എന്താ പറയുക, മംഗലത്തിൻ്റെ ആ സമയം എന്തോ കുഞ്ഞിനെ കണ്ടിന്. പിന്നെ ഞാൻ ഫസ്റ്റ് ചിന്തിച്ച് ഇതേത് കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇവർ വീഡിയോ എടുക്കാൻ പേടിയായി. എന്ന് വെച്ചെങ്കിൽ അറിയാത്ത കുഞ്ഞല്ല, ലാസ്റ്റ് ആരെങ്കിലും കയറിയിട്ട് തന്നെ വെടി വെച്ചാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കുറച്ചെടുത്ത്. പിന്നെ മനസ്സിലായി നാഫിൻ്റെ പരക്കത്തെ കുഞ്ഞിന്ന് പെട്ടെന്ന് കത്തിയിട്ടുണ്ടായിട്ടാ. പിന്നെ എന്താ പറയുക, ചായ കുടിച്ചിട്ട് നമ്മൾ കുറേ നേരം തന്നെ എല്ലാവരും ട്രോളിക്കോടും ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെല്ലോ കഥെല്ലാം പറഞ്ഞുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഫാമിലി ഒന്നിച്ചിട്ട് കൂടുന്നു എന്ന് പറയുമ്പോൾ നല്ല രസം ഉണ്ടാവും. എന്ന് വെച്ചെങ്കിൽ എന്തെല്ലോ കഥ പറയാനുണ്ടാവും, കുറേ ആളെ ട്രോളാനുണ്ടാവും, കുറേ കഥ പറയാനുണ്ടാവും, എന്തെല്ലോ ഉണ്ടാവും കേട്ടോ. നല്ല രസം. അപ്പോഴത്തേക്ക് അതും അഞ്ചും സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്ന് ഈ കുഞ്ഞിനെ ഓർക്കുന്ന എണിപ്പിച്ചതാ. കുഞ്ഞ് അഞ്ചതെന്ന് അറിയില്ല, കുറച്ച് നേരം ഓർക്കിൻ്റെ ക്ഷീണത്തിനുണ്ടായിന് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഫുൾ എനർജി എല്ലാ സൈഡും ഉണ്ടായിരുന്നു, കളിച്ചോണ്ടുണ്ടായിന്. പിന്നെ റൂമിൽ വരുമ്പോഴത്തേക്ക് കുഞ്ഞ് ഉറങ്ങുന്നു. ഈ കുഞ്ഞ് ഉറങ്ങുമ്പോൾ എനിക്ക് എന്നെ ഇങ്ങനെ ഉറക്കി തന്നെങ്കിൽ എന്ത് രസം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പെരുന്നാളിനാട്ടിയിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മൾ ഒരു പണിയില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് നിന്ന് കിച്ചണിൽ പോവാം, ഹാളിൽ കിച്ചണിൽ പോവാം, എല്ലാവരും എന്തിയാക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കാം. CID ഗൈസ്. പിന്നെ എന്താ പറയുക, ഇവിടെ 2 സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് ചായ കൊടുക്കുന്നില്ല തിരക്കേട്ട. അപ്പോഴത്തേക്കാണ് ഒരു കാഴ്ച കാണുന്നത്. കണ്ട നിങ്ങൾ ചെക്കനിക്ക് എന്തോ കുറ്റക്കേട്, ഇതിന് മുകളിൽ കയറിയിട്ട് കിടക്കല്, ഇതിനടിയിൽ എന്തല്ലോ കുറ്റക്കേട്. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു കാഴ്ച. അനിയൻ അങ്ങോട്ട് പോകുമ്പോൾ ഏട്ടനും കൊണ്ടുവന്ന് ഇയാളെന്ന് പറഞ്ഞെങ്കിൽ ഫാറൂഖ് ദുബായ് പോകുന്ന വരെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാ. ഈ വരം വന്നല്ലേ, എന്നിട്ട് അതേ കണക്ക് റിട്ടേൺ പോയിട്ടാ. എന്താ വെച്ചെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാ. അതുകൊണ്ട് എന്താ പറയുക, ഫുള്ള് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായത്. ഇതാണ് ബാബി. എനിക്ക് ഈ ടൈം ബാബിനെ നോക്കുമ്പോഴല്ല ഞാൻ കുറച്ച് നേരത്തെ കോർത്ത് പോയി. വെച്ചെങ്കിൽ ആ ടൈമിൽ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ കഴിഞ്ഞത്. കെട്ടിയല്ലോ ഒന്നുമില്ല കേട്ടോ. ഒരു ബാഗ് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു ചെറിയൊരു എന്തെങ്കിലും പാക്കാക്കി കൂടെ, എനിക്ക് വ്ളോഗെല്ലാം എടുക്കാൻ നല്ല പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പം ഞാൻ ആടെ അവർ പാക്കാക്കുമ്പോഴത്തേക്ക് ബാബി ഇങ്ങനെ ഈ സൈഡിൽ ഇരുന്നിട്ട് നോക്കുന്നത് സങ്കടമായിട്ടാ. പിന്നെ കുറച്ച് നേരം നമ്മൾ ആടെ കഥ പറയുമ്പോഴത്തേക്ക് ഫാറൂഖ് റെഡി എല്ലായിട്ട് പോകാൻ നിൽക്കുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഫാറൂഖ് ഫ്രണ്ട്സ് ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. സുഹൈൽ ബാഗെല്ലാം കൊണ്ടുവച്ച്. ഫാറൂഖ് വേറെ ലോങ് കേട്ടോ, എയർപോർട്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ട്രെയിനിൽ പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോഴത്തെങ്ങനെ നാളെ അവിടെ എത്തും. ഇവിടെ നിന്ന് എനിക്ക് മറന്നു പോയിട്ടാ. അങ്ങനെ അവർ ചെയ്യുന്നുള്ളത് ഫ്രണ്ട്സ് എല്ലാം അപ്പുറം ഉണ്ട് കേട്ടോ. ഇത് ഫാമിലി. എന്ത് പറയലും അങ്ങനെ ഫാറൂഖ് ഇനി കുറച്ച് എത്ര കൊല്ലം, 1 കൊല്ലം 2 കൊല്ലം അറിയില്ല കേട്ടോ എന്നെ റിട്ടേൺ വരുന്നത്. പോകുമ്പോൾ കാണുമ്പോൾ സങ്കടം വരും, ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പേർക്ക് നല്ലൊരു കമ്പനി, നല്ല രസമുണ്ടാവും. ഫാറൂഖ് വന്നാൽ എന്തെങ്കിലും കഥ പറയും, അതാണ്.
പിന്നെ എല്ലാവർക്കും ഇതെല്ലാം സിസ്റ്ററിൻ്റെ മക്കോട്ടാ. അത് വലിയവരൊന്നുമല്ല, ഈ ചെറിയ പിള്ളമാരെല്ലാം സിസ്റ്ററിൻ്റെ മക്ക അങ്ങനെയുള്ളത്. സോ കുറേ വലിയ ഫാമിലി കേട്ടോ, കുറേ സിബിലിങ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഇത് വലിയ ഇച്ച അത് പിന്നെ എല്ലാ സിബിലിങ്സ് അങ്ങനെ വരുന്നത്. അത് പിന്നെ എന്താ പറയല്, ഫാറൂഖിച്ചാൻ്റെ കാറ് പോവാൻ നിൽക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്, അതുവരെ അവരെ വെയിറ്റ് ആക്കുന്നില്ലത്. അപ്പോഴത്തേക്ക് എന്താ പറയുക, ബാബീൻ്റെ അവർ പോകണത്ര, അവർ റെഡിയാകുന്നില്ലത് പോകാൻ നിൽക്കുന്നത്. അത് വെയിറ്റാക്കി അവരെ കാണാത്തതുകൊണ്ട് ഒറ്റ പച്ച പറഞ്ഞിട്ടോ എന്തോ കൊണ്ടാക്കാൻ പോകുന്നല്ലേ. എനിക്ക് ശരിക്കും കാണുമ്പോൾ സങ്കടമായിട്ടാ. അതിന് റിട്ടേൺ വരുമ്പോൾ വാപ്പ ഇല്ലല്ലോ, വാപ്പ ഇത് പോയി പോലെയല്ല. സോ വരുമ്പോൾ എന്തെങ്കിലും പിള്ളമാർക്ക് ഒരു ബേജാറുണ്ടാവില്ല. ഇതുപോലെ അങ്ങനെ പായുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ്. പിന്നെ ഇവർ റെഡി ആയിട്ടുണ്ടല്ലോ, കാറിൽ കയറാൻ നിൽക്കാൻ വെയിറ്റ് ആക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചെങ്കിൽ ബൈക്ക് വിടാൻ. അപ്പോഴത്തേക്കാണ് ഒരാൾ ചെരുപ്പ് തപ്പുന്നില്ലത്, പോകാനില്ല, ഈ ചെരുപ്പ് കാണുന്നില്ല. അങ്ങനെ തപ്പിയ ശേഷം ചെരുപ്പും കിട്ടി. അങ്ങനെ ഇവർ കാറിൽ കയറാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം വണ്ടി മൂവായിട്ടാ. പിന്നെ അങ്ങനെ എന്താ പറയില്ല, ഫാറൂഖിച്ച പോയി. ഇവർ കാസർഗോഡ് എയർപോർട്ടല്ല, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോയി. സോ നമ്മൾ പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് തുടങ്ങിയല്ല മഴ. എന്ത് മഴ റബ്ബേ. നമ്മ അപ്പം ഫാറൂഖിച്ച പോയിട്ട് വരിക 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ചെറിയൊരു മഴയുണ്ടായിനി. ഇത് കഴിഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ റബ്ബേ എന്ത് മഴ വന്നതെന്നറിയാം. അപ്പോഴത്തേക്ക് ഇങ്ങനെ ജിലേബി അത് ഇത് കൊണ്ടു തിന്നുണ്ടായി. അത് ഇരുന്നിട്ട് കഴിച്ചിട്ടാ. സോ മഴ കണ്ട, നിങ്ങൾക്ക് ക്യാമറയിൽ ഫോക്കസ് ആകുന്നില്ല, കണ്ട നോക്കിയാൽ എന്താ ഇങ്ങനെ മഴ വരുന്നുണ്ടായിന്. അപ്പം തന്നെ പോയാൽ മതിയെന്ന് തോന്നി. നമ്മ ഇങ്ങനെ മയം നിൽക്കുന്ന കാത്തുന്നത് 7:30 വരെ ഈടെ വെയിറ്റ് ആക്കിയിട്ട്. അപ്പോഴത്തേക്ക് ഒരാൾ ഓരോരോ മൂലക്കുണ്ട്. പുള്ളമാരെല്ലാം കുഞ്ഞിൻ്റെയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടാ. സോ അയ്യാന് ഒന്നൊന്നും കുറ്റക്കെട്ട് കളിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഒരു കുറ്റക്കെട്ട് കളിക്കുന്നുണ്ട് അതിനേട്ടാ. സോ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് എന്താക്കി, ഉപ്പ ഓട്ടോറിക്ഷ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ വേഗം പോയിട്ട് റെഡി ആയിട്ടാ. അപ്പോഴത്തേക്ക് എൻ്റെ ബാഗ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു കാഴ്ച കാണുന്നത് എന്നറിയാം, ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഒരു സെക്കൻഡ്, ഇപ്പം കഴിയും വ്ളോഗ്. സോ ബാഗ് എടുത്തിട്ടാകുമ്പോഴത്തേക്കുണ്ടല്ലേ, ഈ കണ്ണാടിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് ഒരാൾ വരും. വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ കാണും. ഇങ്ങനത്തെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻ്റ് ആക്കൂ. ആരെന്നറിയാം കിടക്കുന്നത്. എന്തിനീ കണ്ണാടി പോയിട്ട് നോക്കാൻ കാത്തിക്കുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.